വിശദമായി പറഞ്ഞു തരാനായിട്ട് ആരോഗ്യവകുപ്പിൽ നിന്ന് നമ്മുടെ ദീപു സാറ് വന്നിട്ടുണ്ട്. ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപു സാറിനെ ഏറെ സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളോട് മസ്തിഷ്ക ജ്വരത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നതിനായിട്ട് ഈ വിദ്യാലയത്തിലേക്ക് സ്നേഹപൂർവ്വം. എങ്ങനെ പകരുന്നതെന്ന് എല്ലാവർക്കും അറിയാമോ? ഇല്ല. മസ്തിഷ്ക ജ്വരം കേട്ടിട്ടുണ്ടല്ലേ? ഇതൊരു അമീബ. നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറയാം, ഒരു അമീബ പോലത്തെ ചെറിയ വൈറസിനായിട്ട് പോലത്തെ ചെറിയൊരു അതായത് ജീവി ഉണ്ടാക്കുന്ന അസുഖമാണ്. ഇത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളയില്ലേ, കൊള്ളം, നമ്മൾ അതുപോലെ തന്നെ ഈ ഉപയോഗശൂന്യമായിട്ടുള്ള മറ്റ് ജലാശയങ്ങളിലൊക്കെയാണ് ഈ അമീബ കാണപ്പെടുന്നത്. ഇവിടെ ഇതെങ്ങനെയാണ് അസുഖം ഉണ്ടാക്കുന്നത്? ഈ കുളത്തിൽ അല്ലെങ്കിൽ ഈ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ നമ്മൾ ചാടിയൊക്കെ കുളിക്കരുത്. ചാടി മൂക്കൊക്കെ തുറന്നു വെച്ചിട്ട് ചാടി കുളിക്കാൻ നേരത്ത് നമ്മുടെ മൂക്കിനുള്ളിലൂടെ ഈ വെള്ളം നമ്മുടെ മൂക്കിനുള്ളിലേക്ക് കയറുമ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിനകത്ത് അമീബ ഈ ഒരു കാരണമായിട്ടുള്ള മസ്തിഷ്ക ജ്വരത്തിന് കാരണമായിട്ടുള്ള അമീബ ഉണ്ടെങ്കിൽ അത് മൂക്കിനുള്ളിലൂടെ മുകളിലോട്ട് കയറി നമ്മുടെ തലച്ചോറിൻ്റെ അടുത്തെത്തും. തലച്ചോറിൻ്റെ അവിടെ ചെറിയ ഒരു ഒരു പാളിയുണ്ട്. ആ പാളി തുറന്ന് അത് ഉള്ളിലോട്ട് പോയി നമ്മുടെ തലച്ചോറിനെ ഈ ജീവി കാരണം തിന്നാൻ തുടങ്ങും. അങ്ങനെ തിന്നുന്നപ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്? നമ്മുടെ തലച്ചോറ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് എന്താ പറ്റുന്നത്? നമ്മുടെ ബുദ്ധിക്ക് കുഴപ്പമുണ്ടാകും അല്ലേ? നമ്മുടെ എല്ലാ ശരീരത്തെയും മുഴുവൻ നിയന്ത്രിക്കുന്ന നമ്മുടെ തലച്ചോറാണ്. അതുകൊണ്ട് എന്ത് പറ്റും? ആ രോഗിക്ക് ക്രമേണ അയാൾ മരണത്തിലേക്ക് പോകും. അസുഖം വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മാത്രമേ ഉള്ളൂ. കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങൾ വേറെ ഏതൊക്കെ ഉണ്ടോ? നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ നമ്മൾ വാട്ടർഫാൾ അത് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? അവിടെയും ഇതുപോലുള്ള രോഗകാരികളായിട്ടുള്ള അമീബ പോലുള്ള ഈ പറയുന്ന പരാജീവികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിൽ ആരും കാണാതെ പോയി കുടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. മുങ്ങി കുളിക്കാനൊന്നും പാടില്ല. ഇനി അങ്ങനെ കുളിക്കുകയാണെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? അത് ശുദ്ധജലമാണെന്ന് ഉറപ്പുവരുത്തണം. അതായത് ഇതൊക്കെ കുളിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്താനുള്ള മാർഗ്ഗമാണ്. അതിപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് നല്ലപോലെ ഉപയോഗിക്കുന്നതാണോ, ഒഴുകിപ്പോകുന്ന വെള്ളമാണോ എന്നൊക്കെ ഉറപ്പുവരുത്തണം. അതിനൊന്നും നിങ്ങൾ നോക്കണ്ട. ഇപ്പോൾ തൽക്കാലം നിങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളത്തിലും കുളിക്കാനായിട്ട് പോകണ്ട. വീട്ടിൽ മാത്രം കുളിച്ചാൽ മതി. 2, ഇനി വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണോ? അതെങ്ങനെ അറിയും? നമ്മളെങ്ങനെയാണ് നമുക്ക് വീട്ടിലേക്ക് വെള്ളം കിട്ടുന്നത്? ടാങ്കിലേക്ക് അല്ലേ? കിണറ്റിൽ നിന്നോ പൈപ്പിൽ നിന്നോ വരുന്ന വെള്ളം ടാങ്കിലേക്ക് നമ്മൾ ശേഖരിച്ചിട്ട് ടാങ്കിൽ നിന്ന് പൈപ്പ് വഴിയാണ് നമ്മളിലേക്ക് വരുന്നത്, നമ്മുടെ അല്ലേ കുളിക്കുന്ന ബാത്റൂമിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ കിണറ്റിൽ നിന്ന് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ കിണറ്റിൽ കോരിയെടുക്കുന്ന വെള്ളത്തിലോ ഈ ടാങ്കിലുള്ള വെള്ളത്തിലോ നമ്മുടെ മുകളിലല്ലേ, വീടിൻ്റെ മുകളിലല്ലേ ടാങ്ക് വയ്ക്കുന്നത്? അത് 3 മാസം കൂടുമ്പോൾ, എത്ര മാസം കൂടുമ്പോഴാണ്? 3 മാസം കൂടുമ്പോൾ എങ്കിലും കൃത്യമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെന്ന് ഉറപ്പുവരുത്തണം. ആദ്യം ഒരു പ്ലാസ്റ്റിക് മണ്ണിൻ്റെ അതായത് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് ഇപ്പം 5 പടവ് വെള്ളം കിണറ്റിലുണ്ടെങ്കിൽ എത്ര വേണം? 5 2 അല്ല, അത്രയും പൊടി നമ്മൾ ഈ പ്ലാസ്റ്റിക് മണ്ണിലേക്ക് ഇട്ടിട്ട് അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് പോലെ ആക്കണം. അതിനകത്ത് പേസ്റ്റ് ഇല്ലേ, അതെന്തിനാണ്? ഒറ്റയ്ക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പവർ പോലെ ആയിട്ട് അത് കലങ്ങാത്ത അന്തരീക്ഷം ഉണ്ടാകും. വെറുതെ പൊടിയിട്ടിട്ട് അതിനുള്ള വൃത്തിയാക്കാനുള്ള സാഹചര്യം. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്ലാസ്റ്റിക് ബക്കറ്റിനകത്ത് ആദ്യം കുറച്ച് വൃത്തിയാക്കി പേസ്റ്റിൻ്റെ രൂപത്തിലാക്കിയ ശേഷം വേറൊരു ബക്കറ്റ് എടുത്തിട്ട് ഈ പേസ്റ്റ് പുറത്ത് വരുമ്പോൾ ആ ബക്കറ്റിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് നല്ലപോലെ കലക്കിയിട്ട് തെളിയാത്ത വെള്ളയിൽ കുറച്ച് നേരം വയ്ക്കുക. 5-10 മിനിറ്റ് വയ്ക്കാനായിട്ട് തെളി വെള്ളമുണ്ട്. ആ തെളി വെള്ളമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കിണറ്റിലെ കപ്പിലോ കയറോ ഉപയോഗിച്ചിട്ട് ആ ബക്കറ്റിലേക്ക് നിറച്ചിട്ട് കിണറ്റിനുള്ളിലേക്ക് ഇറക്കിയിട്ട് മുകളിലേക്ക് താഴത്തേക്കും ഷെയ്ക്ക് ചെയ്ത ശേഷം 2-3-4 അതെന്തിനു വേണ്ടിയാണ്? എല്ലാ സ്ഥലത്തും ആ വെള്ളം എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ബ്ലീച്ചിങ് പൗഡറിലുള്ള ക്ലോറിൻ എന്ന് പറയുന്ന ഘടകം ആ വെള്ളത്തിലെ 99% ബാക്ടീരിയയും അതുപോലുള്ള നമുക്ക് അസുഖമുണ്ടാക്കുന്ന